SNDP യോഗം കായംകുളം യൂണിയൻ തെക്ക് കൊച്ചുമുറി 4342 നമ്പർ ശാഖായോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗുരുതീർത്ഥം 2026 പുരസ്കാരദാനവും പഠനോപകരണ വിതരണവും നടത്തി. സഹകരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു ഉദ്ഘാടനം നിർവഹിച്ചു. SNDP യോഗം കായംകുളം യൂണിയന്റെ പരിധിയിൽ വരുന്ന തെക്ക് കൊച്ചുമുറി 4342 നമ്പർ ശാഖായോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗുരുതീർത്ഥം 2026 പുരസ്കാരദാനവും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു. ശാഖായോഗം ചെയർമാൻ അശോകൻ തേജസിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ സഹകരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു ഉദ്ഘാടനം നിർവഹിച്ചു. AK മോഹൻദാസ് മെമ്മോറിയൽ ബർച്ച് അവാർഡ് വിതരണം ചെയ്തു. പഠനോപകരണ വിതരണവുമാണ് ഇന്നിവിടെ ഈ ഗുരുദേവ ക്ഷേത്രത്തിന്റെ അങ്കണത്തിൽ നടക്കുന്നത്. ഈ പരിപാടിക്ക് ഞാൻ എല്ലാ ആശംസകളും അഭിവാദ്യങ്ങളും ആദ്യം തന്നെ അർപ്പിക്കുകയാണ്. ഈ ഒരു ഗുരുക്ഷേത്രത്തിന്റെ നടയിൽ വെച്ച് തന്നെ പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് അവാർഡ് നൽകാനും ഉള്ള തീരുമാനത്തെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഏറ്റവും നല്ലൊരു സ്ഥലം തന്നെ തിരഞ്ഞെടുത്ത് ഇത്തരമൊരു മഹത് കർത്തവ്യം ഇവിടെ നിർവഹിക്കപ്പെടുകയാണ്. പരീക്ഷയിൽ മികച്ച വിജയം നേടിയ നിരവധി കുട്ടികളിവിടെയുണ്ട്. അതിന് നിങ്ങളെ പ്രത്യേകമായി അഭിനന്ദിക്കുക. അതോടൊപ്പം തന്നെ മാതാപിതാക്കളും ഇവിടെയുണ്ട്. മാതാപിതാക്കൾ മാത്രമല്ല, അപ്പൂപ്പനും അമ്മമ്മയും ഒക്കെ ആയിട്ടാണ് കുഞ്ഞുങ്ങളെ ഇന്ന് ഈ അവാർഡ് വാങ്ങാനായി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതൊരു കരുതലിൻ്റെ കൂടി വിജയമാണ്. നമ്മുടെ കുട്ടികൾക്ക് അവർ കഠിനാധ്വാനം നടത്തുമ്പോൾ കുടുംബത്തിൽ നിന്ന് ലഭിക്കുന്ന വലിയൊരു പിന്തുണയാണ് യഥാർത്ഥത്തിൽ വിജയത്തിലേക്ക് ഇനിയും ഈ ശരീരമില്ലാതെ പോയാലും അറിവാകുന്ന നാം പ്രകാശിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പം അറിവാകുന്ന ആ പ്രകാശമാണ് ഈ പുരസ്കാരത്തിലൂടെ ഭഗവാന്റെ ചൈതന്യമുള്ള ഈ മന്ദിരത്തിന്റെ മുന്നിൽ വെച്ച് നിങ്ങളുടെ കൈകളിലേക്ക് നൽകുന്നു. കായംകുളം യൂണിയൻ പ്രസിഡന്റ് വി ചന്ദ്രദാസ്, യൂണിയൻ സെക്രട്ടറി വി പ്രദീപ് ലാൽ എന്നിവർ ബോസ് ചക്കാലത്തറയിൽ സാവിത്രി ശ്രീനിലയം എന്നിവരുടെ സ്മരണാർത്ഥം ശാഖായോഗത്തിലെ പ്രൈമറി മുതൽ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ശാഖ അഡ്മിനിസ്ട്രേറ്റർ എ പ്രവീൺ മുഖ്യപ്രഭാഷണം നടത്തി. പനക്കൽ ദേവരാജൻ, സന്തോഷ് ശ്രീധരൻ, അരുൺ മോഹൻദാസ്, രാധാകൃഷ്ണൻ, ദീപ സജി, ഉഷ രവി, പ്രിയങ്ക രാജ് എന്നിവർ സംസാരിച്ചു. കൺവീനർ ഷാജി ഈരിക്കൽ സ്വാഗതവും ശാഖായോഗം ജോയിന്റ് കൺവീനർ ഷൈൻ ഗോപിനാഥ് നന്ദിയും പറഞ്ഞു. CDNet ന്യൂസ് കായംകുളം.